നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് 10ാം നാൾ ഫലപ്രഖ്യാപനം. ഏപ്രിൽ 9 നടന്ന 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4 നടക്കും. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലെ ജനവിധി അറിയാൻ ഒരു മാസക്കാലത്തോളം നീണ്ട ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് 10ാം നാൾ വോട്ടെണ്ണൽ നടക്കുക. അത്യന്തം വാശിയേറിയ പ്രചരണ കോലാഹലത്തിന് ശേഷമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേവലം ഒരു മാസത്തോളം മാത്രമാണ് പ്രചരണത്തിനുണ്ടായിരുന്നത്. ഇതിനിടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പ്രചരണവും ഉൾപ്പെടെ മീനച്ചൂടിനെ വെല്ലുന്ന ആവേശത്തോടെയാണ് മുന്നണികളും പ്രവർത്തകരും നടത്തിയത്. SIR നടപ്പിലാക്കിയ ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. 80% പോളിംഗ് നടന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തിയിരുന്നു. ഇടതുപക്ഷം 3ാം ഊഴമെന്നതിൽ ഉറച്ചു നിൽക്കുമ്പോൾ 100ലേറെ സീറ്റുകൾ നേടി ഭരണത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. BJP ആകട്ടെ വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കുന്നു. കോൺഗ്രസ് ആകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രി പദവി സംബന്ധിച്ചുള്ള ചർച്ചകളും ആരംഭിച്ചിരുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പുറമെ KC വേണുഗോപാലിനായും ഗ്രൂപ്പ് തിരിഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം കലഹിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെത്തിയിരുന്നു. മുന്നണികളുടെ അവകാശവാദങ്ങൾക്കും അമിത പ്രതീക്ഷകൾക്കും വിധിദിനം വരെ മാത്രമായിരിക്കും ആയുസ്. മുന്നണികളുടെയും പ്രവർത്തകരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്ന അന്തിമ വിധി പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ആര് അധികാരത്തിലെത്തുമെന്ന ആകാംക്ഷയിലാണ് കേരള ജനത.